ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പാപ്പിനിശ്ശേരി അരോളിയിലെ യുവ എഴുത്തുകാരിയും മുൻ അംഗനവാടി ടീച്ചറും ഇപ്പോൾ പഴയങ്ങാടി മാടായിൽ ITI ജീവനക്കാരിയുമായ രാധാമണിയുടെ കവിതാവിശേഷങ്ങളാണ്. നമസ്കാരം, ഞാൻ രാധാമണി അരോളി. പാപ്പിനിശ്ശേരിയിലാണ് താമസം. ഭർത്താവ് സജീവൻ, 2 ആൺകുട്ടികളാണ്, സന്ദീപ്, സൗരവ്. സന്ദീപ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, സൗരവ് പഠിക്കുന്നു. സാഹിത്യ ലോകത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്ന വഴികൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കവിത എഴുതിയിരുന്നു എന്നതാണ് സത്യം. എൻ്റെ ജന്മദേശം പയ്യന്നൂർ കോറം എന്ന സ്ഥലത്തായിരുന്നു. ഒരു ഗ്രാമീണ പ്രദേശം തന്നെയായിരുന്നു കോറം. ഒരുപാട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ബാല്യം എനിക്ക് കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ പോലെ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിച്ചു. കിളികളോടും പൂമ്പാറ്റകളോടും പച്ചിലകളോടും ഒക്കെ കിന്നാരം പറയുന്ന ഒരു ബാല്യമായിരുന്നു എൻ്റേത്. തോട്ടിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ ചവിട്ടി വെറുതെ മൂളിപ്പാട്ട് പാടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോഴൊന്നും അത് കവിതയായിരുന്നു എന്നെനിക്ക് തോന്നിയിരുന്നില്ല. ഓരോ അക്ഷരങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു കവിതയാക്കുമ്പോൾ, അല്ലെങ്കിൽ അതൊരു പാട്ടാക്കുമ്പോൾ അതത് കവിതയിലേക്ക് എത്തിച്ചേർന്നു എന്ന് സങ്കല്പിക്കാനുള്ള ഒരു വിവേകമൊന്നും ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞു. കോളേജ് ജീവിതത്തിൽ ഒരു മാഗസിൻ തയ്യാറാക്കൽ ഉണ്ടായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ഒരു മാഗസിൻ ആദ്യമായി എൻ്റെ ഒരു കവിത പ്രസിദ്ധീകരിച്ചു. അമ്മ എന്നായിരുന്നു ആ കവിതയുടെ പേര്. ഏറെ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു. അങ്ങനെ ആ എഴുത്ത് ആ വഴിയിൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോഴൊക്കെ എഴുത്തുകൾ തുടർന്നുകൊണ്ടേയിരുന്നെങ്കിലും ആ എഴുത്തുകൾ ഞാൻ ആർക്കും മുന്നിൽ കാണിച്ചു കൊടുത്തിരുന്നില്ല. ആരെയും അറിയിച്ചതുമില്ല. SSLC ബാച്ച് സംഗമം നടക്കുന്ന ഒരു സമയം. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ചൊരു കവിത എഴുതാൻ പറഞ്ഞു. അങ്ങനെ മധുരനാൾ എന്ന ഒരു കവിത ഞാൻ ആ ഗ്രൂപ്പിൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ സമയത്തൊക്കെ ഈ എഴുത്തിന്റെ വഴികളിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിലും പുറം ലോകം കാണാൻ അന്ന് സാധിച്ചിരുന്നില്ല. അങ്ങനെ അവർ എന്നോട് കോളേജിലെ ഒരു മാഗസിൻ പുസ്തകത്തിൽ ഒരു കവിത ആവശ്യപ്പെടുകയും ഒരു സന്തോഷം എന്ന് എനിക്ക് തോന്നാൻ കാരണം കവിതയാണോ അല്ലയോ എന്ന് അന്നും തിരിച്ചറിവുണ്ടായിരുന്നില്ല. മനോജായിരുന്നു ഈ കവിതകൾ സിന്ധു ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും സിന്ധു ടീച്ചർ അത് പാടി കേൾപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സിന്ധു ടീച്ചർ എന്നെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു, ഇതൊന്നും ഒളിപ്പിച്ചു വെക്കേണ്ടതല്ല, ഇതെല്ലാം നമ്മൾ പുറത്തു കൊണ്ടുവരണം, ഇനിയും എഴുതണം, നിങ്ങൾ നല്ലൊരു എഴുത്തുകാരിയാണ്, അതുകൊണ്ട് ടീച്ചർ ഇത് മുന്നോട്ട് കൊണ്ടുപോയി മതിയാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അംഗൻവാടി ടീച്ചറായി ജോലി ചെയ്യുകയായിരുന്നു. കൊച്ചുകുട്ടികളോട് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറായിരുന്നു ഞാൻ. പക്ഷെ കവിതകൾ മാത്രമല്ല, എല്ലാ കഥകളും ഉൾക്കൊണ്ട് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. മാതൃഭാവത്തിൽ തൊട്ടുവണങ്ങുന്നു മലയാളമേ എൻ്റെ കവിത പ്രസിദ്ധീകരിച്ചത് സ്നേഹവർഷാലിംഗനം എന്ന കവിതയായിരുന്നു ആ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നത്. അതിനുശേഷം പല ഗ്രൂപ്പുകളിലും ഞാൻ ആക്റ്റീവായി പ്രവർത്തിച്ചു. ജ്യോതിർഗമയ, പായൽ ബുക്സ്, സൃഷ്ടിപദം, സർഗജാലകം തുടങ്ങിയ നിരവധി ഗ്രൂപ്പുകളിൽ എൻ്റെ കവിതകൾ പ്രസിദ്ധീകരിക്കുകയും ചില കവിതകൾക്ക് അംഗീകാരങ്ങൾ കിട്ടുകയും ചെയ്തു. ഈ പുഴയോരത്തെ കൊച്ചു കുടിലായി ഏറെ നാളായമ്മ കഴിഞ്ഞിടുന്നു.
പുഴയോരത്തെ കൊച്ചു കുടിലായി ഏറെ നാളായമ്മ കഴിഞ്ഞിടുന്നു. അമ്മതൻ പാദങ്ങൾ തൊട്ടു വന്ദിച്ചു ഞാൻ, മലയാള ഭാഷയെ തൊട്ടറിഞ്ഞു. അമ്മതൻ പാദങ്ങൾ തൊട്ടു വന്ദിച്ചു ഞാൻ, മലയാള ഭാഷയെ തൊട്ടറിഞ്ഞു. അമ്മ തൻ നാവാൽ പഠിച്ചൊരു ഭാഷയെ മാതൃഭാഷ എന്നു ഞാൻ വിളിച്ചു. അഴുകിയുണർത്തിയ കാറ്റിനോട് എപ്പോഴോ അറിയാതെ തോന്നിയൊരിഷ്ടം, കുളിർമഴ പോലെ കവിത മരണമേ നിനക്കായി. ധന്യയാം മരണമേ, എന്നെ പുണരുവാൻ നീ വരും നാളിനായി കാത്തിരിപ്പൂ ഞാനും. ധന്യയാം മരണമേ, എന്നെ പുണരുവാൻ നീ വരും നാളിനായി കാത്തിരിപ്പൂ ഞാനും. നെഞ്ചോടു ചേർത്തുരാ പുസ്തകത്താളിൽ ഒളിച്ചിരിക്കൊണ്ടിന്നും കാണാതെ പോയൊരു മയിൽപ്പീലിവർണ്ണം. നെഞ്ചോടു ചേർത്തുരാ പുസ്തകത്താളിൽ ഒളിച്ചിരിക്കൊണ്ടിന്നും കാണാതെ പോയൊരു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.